നീതി കുറച്ച് അടുപ്പമുണ്ട്. കാര്യം സത്യസന്ധമായിട്ടാണ് ചെയ്യണത്. ഒക്കട്ടെ കിട്ടിയ കുട്ടി പോയ ചട്ടി എന്ന് പറഞ്ഞല്ല ചെയ്യണത്. അതാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ ഒരു ദിവസം സ്വപ്നത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് തന്നെ ഇത്തിരി സംശയമുണ്ട്. അതാണ് പ്രശ്നം. അതാണ് അമ്മ പറയണത്. സ്വപ്നത്തിൽ അവ ഉടമ്പടി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അവൾക്ക് തന്നെ സംശയമുണ്ട്. എന്താ സംശയം? അവൾ എന്താ പറയുക, അത്രയും സാധനമാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. കാര്യം PSCയുടെ 400 സ്കൂളുണ്ട് പരീക്ഷയുടെ. PSCയുടെ 400 സ്കൂളുണ്ട് പരീക്ഷയുടെ. അപ്പോൾ ഇവിടെ മാതാവിനോട് പറഞ്ഞിരിക്കുന്നത്, നീ എനിക്ക് ജോലി തരുമെന്ന്, നീ എനിക്ക് തരുമെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ നിൻ്റെ ഒരു കൈയൊപ്പ് ഈ അലോട്ട്മെൻറ്റിൽ ഉണ്ടാകണം. ഇവർക്ക് ഉടമ്പടിക്കാരൊക്കെ അവരുടെ വർക്ക് സത്യസന്ധമാണെങ്കിൽ അവർക്ക് എങ്ങനെയും ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. ചിലർക്ക് വാ വിളിക്കുമ്പോൾ തന്നെ വാ മൂടടാന്ന് മാതാവ് പറയും. എന്താ കാര്യം? വർക്ക് സത്യസന്ധമല്ല. അതുകൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ ചെയ്യണത്. വെയിലത്ത് നിന്ന് പോയി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് പത്രം കൊടുക്കുന്നത്. അപ്പോൾ മാതാവ് എന്നിട്ട് ഇവക്ക് ഉടമ്പടി വെച്ച വിഷയത്തെക്കുറിച്ച് ഇവർക്ക് സംശയമാണ്. എന്താ കാര്യം? ഞാനത് മാതാവിനോട് പറയണ സംഭവം ശരിയല്ല. തന്നെയല്ല, എന്താ ശരിയല്ലാത്ത വന്ന കാര്യം, കേരളത്തിൽ 400 സ്കൂളിലെ പരീക്ഷാ സെൻ്ററുണ്ട്. ഇപ്പം ഇവിടെ മാതാവിനോട് പറഞ്ഞിരിക്കണത്, നീ എനിക്ക് ജോലി തരുമെങ്കിൽ നീയാണ് തരണമെന്ന് എനിക്കറിയണം. അതിനെന്ത് ചെയ്യണം? ഞാൻ പഠിച്ച സ്കൂളിൽ പരീക്ഷ വെക്കണമെന്ന്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് പരീക്ഷ വെക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാകും നീ എനിക്ക് ജോലി തരും. തന്നെയല്ല, അപ്പോഴേ ഇവൾ പറയും, ഞാനങ്ങനെ മാതാവിനോട് പറഞ്ഞത് ശരിയല്ല, പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്ന അത്രയും സ്വാതന്ത്ര്യമായ ആളിന്. അതാണ് വിഷയം, അത്രയും സ്വതന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പരീക്ഷ വന്നപ്പോൾ എന്ത് ചെയ്ത്, അവൾ പഠിച്ച സ്കൂളിൽ തന്നെ പരീക്ഷ വെച്ച്. അതാണ് വിഷയം. അതായത് അവൾ അവസാനം പഠിച്ചിറങ്ങിയ സ്കൂളിൽ അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി, അവിടെ തന്നെ അവൾക്ക് പരീക്ഷ വെച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഈ പറഞ്ഞ മാതാവിനിങ്ങനെ വട്ടം വരെ വെച്ച് എൻ്റെ തലയിരിക്കണ പരിപാടികളെല്ലാം നേടിയെടുക്കുക, അങ്ങനെയല്ല. ഈ ഒറ്റപ്പെട്ട സംഭവം ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഹൃദയശുദ്ധിയുള്ളവരെങ്ങനെയാണ് ദൈവത്തെ കാണുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവരുടെ ഭാഗം കറക്റ്റാണ്. അവരുടെ ഭാഗം കറക്റ്റായിട്ട് അവർ ചെയ്യണത്. അപ്പോഴും മാതാവ് പറയും, നീ സ്വപ്നത്തെ പ്രത്യക്ഷപ്പെട്ട് പറയും, നീ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്തോ, നീ പറയണ കാര്യങ്ങൾക്ക് ഒരു മാറ്റമില്ല, ഞാൻ ചെയ്തു തരുമെന്ന്. നീ പറയണ കാര്യങ്ങൾക്കൊരു മാറ്റമില്ല. പിന്നെ പറഞ്ഞിരിക്കണ കുറച്ച് കട്ടിയുള്ള പരിപാടിയാണ്. കാര്യം പിൻവാതിൽ നിവനും ഇടയ്ക്ക് ആൾക്കാർ ഉന്തി കയറ്റണതും അവസാന റാങ്കിൽ വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാതിരിക്കണതൊക്കെ PSCയുടെ ഒരു ആൾക്കാരുടെ കണ്ണുനീരാണ്. അപ്പോൾ എനിക്കത് കിട്ടാതെ ജീവിക്കാൻ പറ്റത്തില്ല. നീ നോക്കിയേ, മാതാവിനോട് പറയും, നീ നോക്കിയേ, 10 രൂപയാണ് ഞാൻ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കണത്. കാര്യം എന്താ? ഞാൻ പോലും വീട്ടുകാരുടെ ചിലവിലാണ് ജീവിക്കണത്, എനിക്ക് വരുമാനമില്ല. അമ്മയോട് അവൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്വന്തം അമ്മയോട് സംസാരിക്കണതിനേക്കാളും അമീക്കബിളായിട്ടാണ് സംസാരിക്കണത്. ഞാൻ 10 രൂപയാണ് ആൾക്കാർക്ക് ഈ കാരുണ്യ പ്രവൃത്തിയായിട്ട് വിധവയുടെ ചെല്ലിക്കാശ് പോലെ, വിധവയെന്നൊക്കെയാണ് അവർ പറയണത്, ഒരു വിധവയുടെ ചെല്ലിക്കാശ് പോലെയാണ് ഞാൻ 10 രൂപ കൊടുക്കുന്നത്. അത് വീട്ടിൽ എനിക്ക് ചിലവിന് തന്നത് മിച്ചം പിടിച്ചിട്ടാണ് ഞാൻ 10 രൂപ പാവപ്പെട്ടവരെ കൊടുക്കണത്. പക്ഷെ നീ എനിക്ക് ജോലി തന്നാൽ എനിക്ക് ആരുടെ കയ്യിൽ മുമ്പ് കൈ നീട്ടണ്ട, ഞാൻ ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിച്ച് ദാനധർമ്മം ചെയ്യും. അത് നിനക്കറിയാം. ഇങ്ങനെയൊക്കെയാണ് പറയണത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ജോലി ഉറപ്പ് വരുത്തണം നീ, എനിക്ക് 1ാം റാങ്ക് വേണമെന്ന് പോരെ. അപ്പം കേൾക്കുമ്പോൾ നമുക്ക് ചാപല്യമെന്ന് തോന്നും. അവർ തമ്മിലുള്ള റിലേഷൻസ് വേറെ ലെവലിലാണ് പോണത്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചാപല്യം തോന്നുന്നത്. നമുക്കതൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റാത്ത കാരണം റിലേഷൻസിൻ്റെ പ്രശ്നമാണ്. അവർക്ക് സ്വന്തം അമ്മയോ ആണെന്ന് കണ്ടാൽ അമ്മയോട് എന്തെല്ലാം തോന്നിയ മാസം പറയും. തോന്നിയ മാസം ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആരോടാണ് അത് പറയണത്? അമ്മയോടല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറയണ കാര്യം തോന്നിയ മാസമാണെന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മളത് ആരോട് പറയണത്? അമ്മയോട് പറയും. വേറെ ആരുടെ അപ്പനോടോ ഭർത്താവിനോടോ ഒന്നും പറയത്തില്ല, അല്ലെങ്കിൽ വേറെ ആരോടും പറയത്തില്ല. മാമക്കളാണെങ്കിലും എന്ത് തോന്നിയ മാസങ്ങളും ചിലപ്പോൾ അമ്മയോട് പറയുമ്പോൾ അവരെ തള്ളേന്ന് വിളിക്കും. അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. തള്ളേന്ന് മരുമകൾ വിളിച്ചാൽ ചിലപ്പോൾ അവളെ വെട്ടിയെടുത്ത് വീട്ടിൽ പോകേണ്ടി വരുമായിരിക്കും. പക്ഷേ ആമകൻ വിളിക്കും, തള്ളേ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്ന് പറയും. പക്ഷെ അവർക്ക് തമ്മിലറിയാം ആ തള്ളയെ വിളിയുടെ ഉള്ളിലുള്ള ഒരു ആന്തരികത, അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് അറിയാം. അപ്പോൾ കണ്ട് തോന്നിയ മാസമാണെങ്കിലും
അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് അവർക്കാർക്കും രണ്ടുപേർക്കും പ്രശ്നമില്ല. തള്ളേന്ന് വിളിക്കട്ടെ, അമ്മക്കും പ്രശ്നമില്ല, വിളിച്ച മകൾക്കും പ്രശ്നമില്ല. അപ്പോൾ അത്ര ഒരു ബന്ധമാണത്. ആ ബന്ധത്തിൻ്റെ ഇടയിലാണ് ഇവിടെ പറയുന്നത് എനിക്ക് 1-ാം റാങ്ക് വേണമെന്ന് പറയും. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? എന്നിട്ട് പറയും, നീ എനിക്ക് 1-ാം റാങ്ക് തന്ന ഞാനൊരു പണി ചെയ്യും. ഞാൻ നിൻ്റെ പടം എടുത്ത് ഫ്ലക്സിൽ വെച്ചിട്ട് തെങ്ങ് വരച്ച് കയറ്റി വെക്കും. നീയാണ് ഇവർ തമ്മിലുള്ള ഡയലോഗ് ഭയങ്കര രസമാണ്. നീ എനിക്ക് 1-ാം റാങ്ക് തന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ നിൻ്റെ പടം പച്ച വെക്കും. കൃപാസനം മാതാവ് നീതുവിന് ചെയ്ത അനുഗ്രഹം എന്ന് പറഞ്ഞ് ഞാൻ തെങ്ങ് വരച്ച് കെട്ടിയിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയത്തുള്ളൂ എന്നാണ്. അപ്പോൾ ഇവർ തമ്മിലെ ഡയലോഗ് ഈ രീതിയിലായതുകൊണ്ട് അമ്മ അവൾക്ക് എന്ത് ചെയ്യും? റിസൾട്ട് വന്നപ്പോൾ കൂട്ടുകാരോട് വിളിച്ച് ചോദിക്കണത്, നീ ഇതെന്ത് പരിപാടിയാണ് കാണിക്കണത്? നിനക്കാണല്ലോ 1-ാം റാങ്ക് എന്ന്. അതായത് അത് ആ രീതിയിലൊരു ഉടമ്പടിയിലൂടെ അമ്മയുമായിട്ട് ആ ഒരു ബന്ധത്തിലായിരിക്കും. ഇതാണ് ഇത്തരം ജനലക്ഷങ്ങളാണ് കൃപാസനത്തിൻ്റെ ആസ്തിഭദ്രത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തർ കിടന്ന് കുരക്കുമ്പോൾ ഞാൻ മിണ്ടായിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ മിണ്ടത്തില്ല. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ ആസ്തി എന്ന് പറയണത് ഇങ്ങനെ അമ്മയുമായി ആത്മബന്ധമുള്ള, അതിലൂടെ ജീവിതം കരുപ്പിടിപ്പിച്ച 10,000 അതിനകത്ത് വന്നിരിക്കണേ, ഇതിനകത്ത് നിലനിൽക്കണത്. അത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങളിങ്ങനെ അമ്മയെ വട്ടം വരച്ച് ഓരോ കാര്യം സാധിക്കണമെന്നല്ല പറയണതിൻ്റെ അർത്ഥം. മറിച്ച് ഈ ബന്ധം എക്സ്ട്രാ, അതായത് നമ്മളെ ഒന്ന് വായിച്ചത് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മൾ 6:10 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. ജ്ഞാനം 6:10 വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അതാ വിഷയം. അതാണ് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവര്. വിശുദ്ധമായ കാര്യം ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും അനുഭവം കൈമാറുക, അത് വിശുദ്ധമായ കാര്യമാണ്. അവളത് വിശുദ്ധിയോടെ വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ആ കിട്ടുന്ന ആളിന് പ്രയോജനം ഉണ്ടാകണം. കാര്യങ്ങൾ വിശുദ്ധമായി ചെയ്യുന്നവരെ എന്ത് വരുമെന്നാ പറഞ്ഞിരിക്കണേ? വായിച്ച് എന്താ പറഞ്ഞിരിക്കണത്? അവർ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ക്രിസ്തുവിനെ കണ്ടെത്തും എന്നാ പറയണത്. ഈ പറയുന്ന കാര്യം വിശുദ്ധിയോടെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരെ രക്ഷ കണ്ടെത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കണ്ടെത്തും. അടുത്ത വചനം എന്താ? എന്റെ വചനങ്ങളിൽ എന്ന് പറഞ്ഞ എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പൊ തീവ്ര അഭിനിവേശം എന്ന് പറയുന്നത് എന്താണ്? തീഷ്ണതയാണ്. അപ്പം അറിവിൻ്റെ തലത്തിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അതിനോട് തീവ്രമായ അഭിനിവേശം ഉണ്ടായി തീഷ്ണത പെരുകും. ഈ തീഷ്ണത എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് തീഷ്ണത ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അപ്പം നമ്മൾ ദൈവത്തോട് സംസാരിക്കണ പോലെ അല്ല, ദൈവം നമ്മോട് സംസാരിക്കണതാണ് ജ്ഞാനമെന്ന് പറയണത്. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം അറിവും, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് ജ്ഞാനവുമായിട്ട് വരും. ഇപ്പം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, അതാണ് നമ്മൾ കർത്താവ് പറഞ്ഞ ഒരു വചനം. അത് അറിവാണ്. അത് കേൾക്കുമ്പോൾ ജ്ഞാനവരം ഉള്ളവരെന്ത് തോന്നും? അതുപോലെ ഞാനും ദൈവത്തെ അനാഥമായി വിടരുത്. കണ്ടാ, അതാണ് ജ്ഞാനം. അതാണ് അത് അറിവെന്ന് പറയും. ഞാൻ നിങ്ങളെ ഇപ്പം 14:18 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഞാൻ നിങ്ങളെ അനാഥമായി വിടുകയില്ല. അത് അറിവാണ്. ഇനി എൻ്റെ ജ്ഞാനം എന്താണ്? അനുഭവജ്ഞാനം എന്താണ്? അറിവിൻ്റെ കൂടെ അനുഭവം കൂടുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അതിൻ്റെ അനുഭവജ്ഞാനം എന്താണ്? ഞാനും ദൈവത്തെ അനാഥമായി വിടരുത് എന്തെല്ലാം സംഭവിച്ചാലും. അങ്ങനെ ഞാൻ ദൈവത്തെ അനാഥമായി വിടാതിരിക്കുന്നതിനുള്ള ആത്മീയ നിലവാരത്തിനാണ് എന്തെന്ന് പറയുന്നത്? തീഷ്ണത എന്ന് പറയണത്. പ്രീഡിയ. അത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അപ്പുറത്താണ്. തീവ്ര വിശ്വാസമാണ്. എന്താ വെച്ചാൽ ദൈവത്തെ നമ്മൾ അനാഥമായി വിടാതിരിക്കുക. അതിന് തീഷ്ണത എന്നാണ് പറയണത്. നമുക്ക് രോഗം വരാം, കടം വരാം, ജപ്തി നടന്നു പോകും. ചിലപ്പോൾ ജപ്തി നടന്നാലും മകളുടെ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും എന്ത് പറ്റും? ദൈവത്തെ നമ്മൾ മുറുകെ തന്നെ
പിടിച്ചുകൊണ്ടിരിക്കും. മറിച്ച് അതിനാണ് തീഷ്ണതയെന്ന് പറയണത്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പം എന്ത് പറയും? ഏലിയ പറയും, ജെസബേല് നമ്മുടെ എല്ലാ പ്രവാചകന്മാരെയും കൊന്നു. അഹാബൻ്റെ ജീവിതത്തിന് വേണ്ടി, ജീവന് വേണ്ടി അവൻ കൊലവിളി നടത്തുകയാണ്. എല്ലാവരും പോയി, ഞാൻ മാത്രം അവശേഷിച്ചു. അതാണ് വിഷയം. കയ്യിലുള്ള അപ്പോൾ ഞാൻ നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയാൽ, അതാണ് തീഷ്ണതയെന്ന് പറയണത്. ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ പേരിൽ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് പോകുമ്പോഴും we still remain in faith. അതിനാണ് തീഷ്ണത. Take the word of God. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:10. 1 രാജാക്കന്മാർ 19:10. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. കുറെ അണ്ണന്മാർ ഉടമ്പടി, നിങ്ങളുടെ അയൽവാസികളെല്ലാം ഉടമ്പടി ലംഘിച്ച ആൾക്കാരുണ്ടാവും. പിന്നെ ഉടമ്പടി, ഞാൻ 3 തിരി കത്തിച്ചിട്ട് ഒന്നും നടന്നില്ലെന്നും പറഞ്ഞ് ഈ ഗതികിട്ട പ്രേതം പോലെ നടക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അയൽവാസികളുണ്ടാവും. ഇസ്രായേൽ ജനം അവരുടെ ഉടമ്പടി ലംഘിച്ചു. കിടക്കണ്ടില്ലേ? ഇപ്പം നിങ്ങളുടെ നാട്ടിലും വീട്ടിലും സ്വന്തപ്പെട്ടവരിലും കല്യാണ വീട്ടിലും മരണ വീട്ടിലും ചർച്ച എന്താണ്? ഞാൻ പച്ചത്തിരി പോണം കത്തിച്ചു, ഞാൻ നീലത്തിരി 4 കത്തിച്ചു, ഇപ്പോഴും മകളെ വീട്ടിൽ തന്നെ ഇപ്പോണ്ടെന്ന് പറയും. അതാണ് സംഭവം. അതിനർത്ഥം അവർ ഉടമ്പടിയിൽ നിന്ന് മാറിയെന്ന് വിചാരിക്കണം. ഇപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ദൈവം ആനക്ക് നമ്മൾ ഉരുള കൊടുക്കണ ഒരു ഉരുട്ടി വായി വെക്കുമെന്ന് വിചാരിച്ചത്. അങ്ങനെയല്ല. നീ മര്യാദക്ക് ആദ്യം ഉടമ്പടിയിലാകാൻ നോക്ക്. നീ ആദ്യം ദൈവമായിട്ട് ഉടമ്പടിയിലാകാൻ നോക്കൂ. അപ്പോഴും നീ അങ്ങനെയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ ഉണ്ടാകും. നിൻ്റെ വിശ്വാസത്തെ ദൈവം ടെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ചിലത് നീണ്ടു പോണത്. ഒന്നിട്ട് വായിച്ച ആ ഭാഗങ്ങളെല്ലാം. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും വാക്കത്തിൽ കൊടുവാളുമായിട്ട് പള്ളിയിൽ പോയി ആൾത്താറ പൊളിക്കേണ്ട കാര്യമില്ല. പക്ഷെ കുർബാനക്ക് പോകത്തില്ല പന്നി. അതാ പ്രശ്നം. അപ്പോൾ ബലിപീഠം തകർന്നില്ലേ? എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കുർബാനക്ക് പോകണം, ഞായറാഴ്ച കുർബാന മുടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷേ കുർബാനക്ക് പോകത്തില്ല. അതാണ് ബലിപീഠം തകർന്നെന്ന് പറയണം. അവർ നിങ്ങളുടെ ബലിപീഠം തകർക്കും. പറഞ്ഞ് വായിച്ചേ, വന്നിട്ട് അത് തന്നെ വായിച്ചേ. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. വാളിനിരയാക്കണമെന്നില്ല, അല്ലെങ്കിൽ വെട്ടി കൊടുവാളിറക്കേണ്ട കാര്യമുണ്ട്. വിചാരത്തെ കരുത്തെ കയറിയാൽ മതി, പണിയാവൂ. കർത്താവിൻ്റെ അഭിഷിക്തന്മാരുടെ മുമ്പിൽ വല്ല ടി വിയിൽ ഇരുന്നുകൊണ്ട് ബലിതക്കാത്തമ്മ എന്തെങ്കിലും പറയണമെന്ന് അതിൻ്റെ കൂടെ കുറയും. പല ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ ചർച്ചയിൽ പള്ളിയെ കുറ്റം പറഞ്ഞാൽ നിങ്ങളും മിണ്ടാതിരിക്കുക, അല്ലെ കൂടിക്കൊടുക്കും. വാളിനിര അവൻ പ്രവാചകന്മാരെ വാളിനിരയാക്കി. സഭയെ നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്ത ആൾക്കാർ നിങ്ങൾക്കറിയാമോ? ഞാൻ എന്താ വിഷയത്തിൽ ഒരു ലൈഫ് മൊത്തം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കണം. 40-ാം വർഷമാണ് എൻ്റെ. ഞങ്ങളെപ്പോലെ എത്രയോ മനുഷ്യരാണ് കർത്താവിന് വേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ രാവും പകലും ഇതെന്തെങ്കിലും സമ്പത്ത് മോചിച്ചാണ്. സമ്പത്തിന് എന്താ ഇവിടെ കുറവ്? ഒന്ന് ഞാൻ നിങ്ങളോട് വല്ല സമ്പത്ത് ചോദിച്ചോ? ഞാൻ നിങ്ങളോട് ആരെങ്കിലും സമ്പത്ത് ചോദിച്ചോ? ഞാൻ ഇവിടെ ശമ്പളം കൈപ്പറണുണ്ടോ? ഇങ്ങനെ എന്തുമാത്രം സുവിശേഷകരാണ് കർത്താവിൻ്റെ സഭയിൽ ജോലി ചെയ്യണത്. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെ കൈമാറുക. ചില ആൾക്കാരിലൊക്കെ എന്തെങ്കിലും ചില കുഞ്ഞു കാലത്തേക്ക് എന്തെങ്കിലും അവറേഷൻസ് ഉണ്ടാകും. അത് പൊക്കി പിടിച്ചിടക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായ വിശ്വാസിയാണ് നീയെങ്കിൽ സഭയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി സാക്ഷികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ട് തീഷ്ണമായി പ്രാർത്ഥിക്കണം. ആൾക്കാർ ബലിപീഠം തകർക്കും, അഭിഷിക്തരെ വാളിനിരയാക്കും. അപ്പോഴെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? ഇപ്പം ഏരിയ എന്താ പറയണമെന്ന് നോക്കിയേ. ഏരിയ എന്താ പറയണത്? ഞാൻ മാത്രമേ നീ ചിലപ്പോൾ ഉടമ്പടി നിൻ്റെ ഭാഗത്ത് നിൻ്റെ പ്രദേശത്ത് നീ മാത്രമായിരിക്കും ഇപ്പോഴും കൃപാസനത്തിൽ വരികയും ഉടമ്പടി ജീവിക്കുകയും ചെയ്യുന്നത്. മറ്റുള്ളവരെല്ലാം തൽക്കാലത്തേക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടാൻ വേണ്ടി വന്നിട്ട് അവരത് നടക്കണം. അവരുടെ ഫ്രോഡ് തരാൻ ദൈവം മനസ്സിലാക്കിയപ്പോൾ ആ വാതിലടച്ചപ്പോൾ അവർ പോയി. വി ഷുഡ് ടേക്ക് ദം ആസ് അവർ മോഡൽ. അവരെന്തിനാണ് നമ്മുടെ മോഡലാക്കണത്? നമ്മളെ മോഡൽ. ഇപ്പം ഏലിയ എന്താ? ഏലിയ ആരെയും മോഡലാക്കിയില്ല. ഏലിയ പറയണത് എന്താണ്?
ഞാൻ മാത്രം ഉടമ്പടിയിൽ അവശേഷിച്ച് കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാണ് തീഷ്ണത എന്ന് പറയണത്. അതിനാണ് തീഷ്ണത എന്ന് പറയണത്. എല്ലാം ദൈവത്തിനെതിരെ വരികയും വിശ്വാസത്തിനെതിരെ വരികയും വിശ്വാസം വിട്ടുപോവുകയും ചെയ്യുമ്പോൾ, ഭർത്താവ് വിട്ടുപോയി, മകൾ വിട്ടുപോയി, മകൻ വിട്ടുപോയി. അപ്പോൾ ഓരോരുത്തരും വിട്ടുപോകുമ്പോൾ ചിലപ്പോൾ അമ്മ മാത്രം വീട്ടിൽ നിൽക്കും, ഒരു ഏക വ്യക്തിയായിട്ട് വിശ്വാസത്തിന്. ചിലപ്പോൾ വീട്ടിലൊരു അമ്മ മാത്രം, ആ വീടിന് ദൈവം തീടാത്തതിൻ്റെ കാരണം നീ ഒറ്റൊരുത്തി ആണ് കാരണം. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ വിശ്വാസം വിട്ടുപോകും. വിശ്വാസം നിലനിൽക്കുക എന്ന് വെച്ചാൽ എൻ്റെ ദൈവദാനമാണത്, അത് ദൈവദാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവദാനം. അപ്പം ഒരു എലിയ എന്താ പറയുക, ഒന്നിനു വായിച്ചത്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർത്തു. അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനാണ് തീഷ്ണതയെന്ന് പറയണത്. എല്ലാം വിശ്വാസത്തിന് എല്ലാവരും വിശ്വാസത്തിനെതിരെ നിൽക്കുമ്പോഴും ഞാൻ ഒറ്റ ആളായിട്ട് വിശ്വാസത്തിന് വേണ്ടി പൊരുതുമ്പോൾ അതിനാണ് തീഷ്ണതയെന്ന് പറയണത്. തീഷ്ണതയ്ക്ക് എന്താ സംഭവിക്കണത്? അടുത്ത നമ്മുടെ തീഷ്ണയുടെ പുസ്തകം വായിച്ചേ, ജ്ഞാനം വായിച്ചേ, 6:11 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഈ ജ്ഞാനം എന്ന് പറയുന്നതാണ് ദൈവം പകർന്നു തരുന്ന, ദൈവം ഇങ്ങോട്ട് തരുന്ന അറിവെന്ന് പറയണത്. ദൈവം ഇങ്ങോട്ട്, അതാണ് ഞാൻ നിന്നോട് പറയണത്. ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മളും ദൈവത്തെ ഏലിയ ദൈവത്തെ അനാഥമായി വിട്ടില്ലല്ല. എല്ലാവരും പിരിഞ്ഞുപോയി, എല്ലാവരും വധിക്കപ്പെട്ടു, ബലിപീഠം തകർന്നു, അഭിഷിക്തർ വാളിനിരയായി. അപ്പോഴെന്ത്? ദൈവത്തെ വിട്ടുപിരിയാതെ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഏലിയ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് തീഷ്ണത. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങോട്ട് ചെയ്ത വചനങ്ങള്, അങ്ങോട്ട് ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഏലിയാവിനെ പോലെ തീഷ്ണത ജ്വലിക്കുവാൻ എന്നെ ഉപരി അഭിഷേകം നൽകണമേ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. സ്വർഗമാണ് പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളൊരു രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കള് വിശ്വാസത്തിലും പ്രത്യാശയും ദൈവസ്നേഹത്തിനും ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. ഓരോ രോഗങ്ങൾ, ഓരോ ജീവിത തടസ്സങ്ങൾ, ദുരിതങ്ങൾ കർത്താവ് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥർ എടുത്തു മാറുന്ന സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ.
അങ്ങയുടെ തിരുമുറവാണെന്ന് വലതുകര, അനുഗ്രഹത്തിന് വലതുകര. പരിശുദ്ധ അമ്മ കൃപാസനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഓരോ മകൻ്റെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന. ഗർഭിണികളെ ആശീർവദിക്കണമേ, മക്കളില്ലാത്തവരെ ആശീർവദിക്കണമേ, മാർഗരോഗികളെ ആശീർവദിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. കർത്താവ് സ്വർഗം തുറക്കണമേ. എലിയാവിൻ്റെ പ്രാർത്ഥനയെ പ്രസാദിച്ചുകൊണ്ട് സ്വർഗം തുറന്നുകൊണ്ട് കർത്താവ് മഴ പെയ്ച്ചതുപോലെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. അനുഗ്രഹത്തിൻ്റെ മഴ, മാതാവിൻ്റെ പ്രത്യക്ഷഗണത്തിൻ്റെ വാഗ്ദാനമായ അനുഗ്രഹത്തിൻ്റെ മഴ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവ് ആഞ്ഞു വീശണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊടിയക്കാറ്റടിക്കണമേ, ആത്മക്കാറ്റാൽ അങ്ങയുടെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിടുതൽ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലിയില്ലാത്തവർ, വിട്ട് തളർന്നു കിടക്കുന്നവർ, മഹാരോഗികൾ, മാർഗരോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു കുഞ്ഞുങ്ങളില്ലാത്തവർ, ആശുപത്രിയിൽ കിടക്കുന്നവർ, കർത്താവ് ജോലിയില്ലാത്തവർ, സമാധാനം ഇല്ലാത്തവർ, വിട്ടുപിരിഞ്ഞ് ജീവിക്കുന്നവർ, ഭാര്യാഭർത്താക്കന്മാരുന്നവരെ വിട്ടുപിരിഞ്ഞ് ജീവിക്കുന്നവരെ കർത്താവ് അവരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ ഐക്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന. ഗർഭസ്ഥ ശിശുവിന് തകരാറുള്ളവർ കർത്താവ് അവർ ശരീരത്തിൽ ഇപ്പോഴ് ചൂടനുഭവിക്കട്ടെ. കർത്താവ് നീ അവരെ സ്പർശിക്കുന്നു, നീ അവരെ സൗഖ്യപ്പെടുത്തുന്നു. അവിടെ കുഞ്ഞുങ്ങളെ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നീ അവർക്ക് അഭിഷേകം നൽകുന്നുവെന്നുണ്ട്. അടയാളമായി ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് ശരീരത്തിൽ ചൂടനുഭവിക്കാൻ പ്രാർത്ഥിക്കുന്ന അവരെല്ലാം കർത്താവിനെ അഭിഷേക സ്നാനപ്പെടുകയും കർത്താവിൻ്റെ സത്യം ത്വക്ക് രോഗികൾ, ക്യാൻസർ രോഗികൾ, വിസർപ്പ് രോഗികൾ, PCOD രോഗികൾ, അലർജി രോഗികൾ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുടികൊഴിച്ചിലുള്ളവർ, ശരീരത്തിലെ വേദനയുള്ളവർ, ഉറക്കമില്ലാത്തവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി വെക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ വയ്ക്കുന്ന ജോലിയില്ലാത്തവർ, പഠനങ്ങളുടെ പരീക്ഷകൾ പരാജയപ്പെട്ടവർ, കർത്താവ് ഒരു തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ആവശ്യമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് ജീവിക്കുന്നവർ, കർത്താവ് ഒരു മറുപടി ഇല്ലാതെ വിഷമിക്കുന്നവർ, കർത്താവ് എല്ലാം തെലഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണീരടക്കിക്കൊണ്ട് ജീവിക്കുന്ന മക്കളെ കർത്താവെയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അവർ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിതത്തെ കർത്താവ് യൂട്ടേൺ എടുപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്തിൽ അത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാർഗരോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എല്ലാവരും സമാപനാശീർവാദ സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് ഓൺലൈനിലുള്ളവർ, ഇവിടെയുള്ളവരും ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൃപാസനമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ